വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യും ഒഴിച്ച് ഉപ്പും ചേർത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയും കൂടി ഇട്ട് നന്നായി കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം. ഇനി ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് തേങ്ങ ചിരകിയത്, കുറച്ച് ശർക്കരപ്പൊടി, കുറച്ച് അവൽ. നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കറിയാമല്ലോ. കുറച്ച് അതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സിൻ്റെ നമുക്കൊരു ഊഹം ഉണ്ടല്ലോ അതിനകത്തിൽ എത്ര വെക്കാമെന്നുള്ളത്. അതിന് കുറച്ച് അവലും ചേർത്ത് തേങ്ങയുടെ അത്രയും തന്നെ അവലും കൂടെ ചേർക്കുക. ഏലക്കാപ്പൊടി ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കണം. എടുത്തിട്ട് ഇലയിലും നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ ഞാൻ പുരട്ടിയത് നെയ്യാണ്. പുരട്ടിയിട്ട് ഇതുപോലെ പരത്തി നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുക. എത്രയും കനം കുറച്ചെടുക്കുന്നോ അത്രയും നല്ലതായിരിക്കും. കനം കുറച്ച് പരത്തിയിട്ട് ഒരു സൈഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും അവലും കൂടി വാരി വെച്ച് രണ്ടായിട്ട് മടക്കുക. ഇപ്പം തന്നെ ഇല ഇളകി വരുന്നുണ്ട്. ഇത് ആവിയിൽ വെച്ച് അരമണിക്കൂർ പുഴുങ്ങിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിൽ വറുത്ത അരിപ്പൊടി ഇട്ട് കുഴയ്ക്കുമ്പോൾ എത്രയും ഇതായിട്ട് കിട്ടും, വെള്ളത്തിൻ്റെ ചൂടനുസരിച്ച് അത്രയും മാവ് സോഫ്റ്റായിരിക്കും. അങ്ങനെ ഇലയട തയ്യാർ.